വള്ളുവനാടൻ മണ്ണിൽ വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം പകർന്നിറങ്ങി ചിനക്കത്തൂർ പൂരത്തിന് സമാപനം. ചിനക്കത്തൂരിന്റെ പെരുമയായ കുതിരകളിയും ആനപ്പൂരവും തട്ടിന്മേൽ കൂത്തും തേരുമെല്ലാം പൂരത്തെ വർണ്ണാഭമാക്കി. വ്യാഴാഴ്ച രാവിലെയോടെ നടന്ന കുതിരകളിയോടെയാണ് പൂരത്തിന് സമാപനമായത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ചിനക്കത്തൂരിന്റെ മണ്ണ പൂരപ്രപഞ്ചത്തിൽ ആറാടി. വിവിധ ദേശങ്ങളിലായുള്ള 16 കുതിരകൾ ചിനക്കത്തൂരൻ മുറ്റത്ത് വാനിലേക്ക് ഉയർന്നു പൊങ്ങി. പണ്ടാരക്കുതിരയും പുതുക്കോവിലകവും കെട്ടിലമ്മയും ഏറാൾപ്പാടവും ഒക്കെ വീറും വാശിയോടെ ചിനക്കത്തൂരിന്റെ മുറ്റത്ത് മത്സരിച്ചു. ശേഷം കുതിരകളി പിൻവാങ്ങിയതോടെ തേരും തട്ടിന്മേൽ കൂത്തും ഒന്നിനോടൊന്ന് മികച്ചതായി ചിനക്കത്തൂരിൽ നിന്നും മടങ്ങി. പിന്നീട് വടക്കൻ പടിഞ്ഞാറൻ ചേരികളിൽ നിന്നായി 27 കരിവീരന്മാർ ചിനക്കത്തൂരൻ തിരുമുറ്റത്ത് അണിനിരുന്നതോടെ ആനപ്പൂരത്തിന് തുടക്കമായി. പാണ്ടിമേളത്തോടുകൂടി ചിനക്കത്തൂരിന്റെ മണ്ണിൽ പിന്നീട് കുടമാറ്റത്തിന്റെ വർണ്ണ നിമിഷങ്ങളായി. 1 മണിക്കൂർ നേരം ആനപൂരത്തിന്റെ മനോഹര കാഴ്ചകൾക്ക് ശേഷം സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ വരവായിരുന്നു. വണ്ടിവേഷങ്ങളും തമ്പോലവാദ്യവും ശിങ്കാരിമേളവും പൂക്കാവടിയും ചിനക്കത്തൂരിന്റെ പൂരക്കാഴ്ചകൾക്ക് കുളിർമയേകി. ശേഷം ചിനക്കത്തൂരിന്റെ പാടത്ത് ആകാശത്തിന്റെ വർണ്ണവിസ്മയങ്ങൾ ചാലിച്ച വെടിക്കെട്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 4 മണിയോടുകൂടി ക്ഷേത്രത്തിൽ വീണ്ടും തലയെടുപ്പിന്റെ 27 കരിവീര ചന്തങ്ങൾ അണിനിരന്നു. രാവിലെ 8 മണിയോടുകൂടി കുതിരകളിയും ശേഷം വെടിക്കെട്ട് നടന്നു. ഇതോടുകൂടിയാണ് ഈ വർഷത്തെ ചിനക്കത്തൂർ പൂരത്തിന് സമാപനമായത്. UTV ന്യൂസ്, പാലക്കാട്.